അഡ്മിറ്റ് ചെയ്യിപ്പിച്ചു. അവർ രക്ഷപ്പെട്ടു. അന്ന് 2013 ആദ്യം എന്നോട് ചോദിച്ചത് എൻ്റെ പേര്. അവരെന്നെ കണ്ടാൽ മനസ്സിലായി. ഞാൻ പറഞ്ഞു യെസ് യു റൈറ്റ് മൈ നെയിം, ഞാനാണ് കൊണ്ടുവന്നത്. അപ്പോൾ എൻ്റെ പേരൊക്കെ എഴുതി എൻ്റെ പോടാൻ പറഞ്ഞു. നിയമങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. പണ്ട് പോലെയല്ല നിങ്ങൾ കൊണ്ടുപോയാൽ പോലീസുകാർ താങ്കളെ ഏറ്റവും കൂടുതൽ സംശയിക്കുമെന്ന്. അങ്ങനെ നിയമങ്ങൾ ഇപ്പോൾ ഇന്ത്യ രാജ്യത്തിലേ ഇല്ല. അതിനുശേഷം വേറെ കുറേ നിയമങ്ങൾ വന്നു. അതും ചോദിക്കാൻ പാടില്ലാതെ ഇപ്പോൾ നമ്മൾ വസ്തുത വന്നിട്ടുണ്ട്. കൊണ്ടുവന്ന ആൾ ആരാണ്, എവിടെ നിന്ന് കൊണ്ടുവന്നു എന്ന് ചോദിക്കാനേ പാടില്ല. അപ്പോൾ നിങ്ങൾ ഈ വോളണ്ടറി ഡ്യൂട്ടി നിങ്ങൾ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഇത് വെറുതെ ഒരു വോളണ്ടിയർ സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള ആ ധൃതി പിടിച്ചിട്ട് കാര്യമില്ല. ദിസ് മച്ച് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ്. Try to take him as early as possible, but not on a two-wheeler. ടൂ-വീലറിൽ ഇയാളുടെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ചിലപ്പോൾ അവിടെ പോയി ഇയാളുടെ പൊസിഷൻ മാറ്റിയതിൽ കൊണ്ട് ഉണ്ടാവുന്ന മാത്രം ആ കാര്യം നമ്മൾ ഓർക്കണം. പിന്നെ ഇപ്പോൾ ഒരു പുതിയ ഇപ്പോൾ ഒരു നാഷണൽ ഹൈവേ പറഞ്ഞു. ആ നാഷണൽ ഹൈവേയിൽ ഞാനിപ്പോൾ ഓടിയിട്ടുണ്ട്. ഇതുപോലെ അപകടങ്ങൾ കൂടാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ദ മോർ ദ സ്പീഡ് ദ മോർ വിൽ ബി ആക്സിഡൻറ്റ്സ്. ഇതൊക്കെ ലോകത്തിൽ യൂണിവേഴ്സൽ നിയമങ്ങളാണ് കുറച്ച് കാര്യങ്ങൾ. ദ മോർ ദ വെഹിക്കിൾസ് ദ മോർ വിൽ ബി ആക്സിഡൻറ്റ്സ്. അത് വേറെ രണ്ടാമത്തെ നമ്മുടെ ഒരു ചുള്ളാണ്. 70 lakhs കിലോമീറ്ററാണ് ഇന്ത്യ രാജ്യത്തിൽ ടോട്ടൽ റോഡുകളുടെ നീളം. 70 lakhs, 7 million. അതിനകത്ത് റോഡ് അപകടങ്ങളിൽ മരിക്കുന്ന 41% മരണങ്ങൾ 2% അതിൻ്റെ 70 lakhsൻ്റെ 2% ഉള്ളൂ നാഷണൽ ഹൈവേസ്. 2 lakhs ഏകദേശം 2 lakhsനാണ് 41% ആളുകൾ അപകടങ്ങളിൽ മരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കും. അപ്പോൾ നാഷണൽ ഹൈവേകളിൽ ഇത് വന്നാൽ മാത്രം പോരാ. നിങ്ങളൊക്കെ ഇത് ആരും ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇല്ലെങ്കിൽ NHAIക്കാരോടൊക്കെ പറയണം. ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ഇപ്പോൾ നമ്മൾ ഡൽഹി, ജയ്പൂർ, ആഗ്ര, UP ആ നാഷണൽ ഹൈവേകളിൽ പോകുമ്പോൾ ഇടയ്ക്ക് ഒരു നമ്പർ കാണുന്നുണ്ട്, ഒരു ആശുപത്രിൻ്റെ ഒരു ചെറിയ വ്യവസ്ഥ ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ അത് ഞാനൊന്നും കണ്ടില്ല. ആരും കണ്ടിട്ടുണ്ടോ? ഈ മലപ്പുറത്തിൽ കുറേ സ്ഥലത്തിലൊക്കെ നമ്മൾ അത് വിട്ടുകൊടുത്തിട്ടുണ്ട്. അവിടെ എറണാകുളത്ത് നമ്മൾ കുറച്ച് വിട്ടുകൊടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ 100ൻ്റെ സ്പീഡിലൊക്കെ എനിക്ക് ഡ്രൈവറെ എപ്പോഴും പറയേണ്ടി വരുന്നു. ഇപ്പോൾ സ്പീഡ് 120, 130 വരെ നമ്മൾ ഓടുന്നുണ്ടെന്ന് പോലും തിരിച്ച് അറിയുന്നില്ല. അത് സ്പീഡ് കുറക്കണ്ടേ? സർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഐ തിങ്ക് അട്ടേറ്റിന് താഴെ ഓടിക്കാൻ പാടില്ല. അത് ഇപ്പോൾ തന്നെ അവരോട് പറഞ്ഞ് കൊടുത്താൽ ചിലപ്പോൾ 1 വർഷത്തിൽ ശരിയാവുമെന്നാണ് എൻ്റെ കാര്യം. ഇല്ലെങ്കിൽ അവിടെ അപകടം നടക്കുകയും ചെയ്യും. ഈ അമേരിക്കയിലൊക്കെയാണ് ഈ ഹൈവേയിൽ ഉണ്ടാകുന്ന അപകടത്തിൻ്റെ അതിന് കാസ്കേഡിങ് ഇഫക്റ്റാണ് പറയുക. ഒരു വാഹനം മറ്റേ വാഹനത്തിൽ ഇടിച്ചു, പിന്നെ അതിന് പുറകിൽ ഒരു 10, 20, 30 വാഹനങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ അടിച്ചിരിക്കും. അത് ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ഞാൻ പറയുന്നത്. നമ്മൾ കൂടുതൽ സ്പീഡിന് വേണ്ടി റെഡിയാവുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. ദിസ് ഈസ് എ വെരി ഗുഡ് ഫംഗ്ഷൻ. എനിക്ക് തോന്നുന്നത് ഒരു ദൈവത്തിൻ്റെ ഒരു പണിയായിട്ട് എടുത്താൽ മതി. ഇതിൻ്റെ താഴെ അല്ല. ഒരു ആളിന് നിങ്ങളുടെ പ്രയത്നം കൊണ്ട് തിരിച്ച് ജീവിതം കിട്ടുക എന്ന് പറഞ്ഞു വെച്ചാൽ ഡോക്ടർമാർക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ ഇന്നത്തെ സമയത്തിൽ. രണ്ടാമത്തെ ആർക്കും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ട്രാക്കിൻ്റെ വോളണ്ടിയേഴ്സ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ്സ് എ സീരിയസ് തിങ്. പ്ലീസ് ഡു ഇറ്റ്. നിങ്ങളുടെ പ്രയത്നം കൊണ്ട് 2 ആളുകൾക്കും ജീവിതം തിരിച്ച് കിട്ടിയാൽ ഇതിനേക്കാൾ വേറെ ഒരു ഈശ്വരത്തിൻ്റെ വേറെ ഒരു പൂജയോ അർച്ചനോ ഉണ്ടാവുമോ? ഇല്ല.
So you learn it properly. Life resuscitation ഡോക്ടർമാർ അവരോട് നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം. അത്രേ ഉള്ളൂ. At the site only this much you should do, and then from ശ്വാസം to ശ്വാസം ആ രണ്ട് കാര്യം മാത്രമേ തങ്ങൾക്ക് അപകടത്തിൽപ്പെട്ട ആൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തേർഡ് തിങ്, എവിടെയെങ്കിലും ഫ്ലാറ്റായിട്ട് ഇയാൾ ഏതൊരു ആ അവസ്ഥയിൽ ഇയാളത് അനങ്ങാത്ത കൊണ്ടുപോയാൽ മാത്രം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇറ്റ് ഈസ് വണ്ടർഫുൾ എഫേർട്ട്. ഇനിയും ഇത് ആളുകളൊക്കെ 13 വർഷം ശേഷവും ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട്. അത് കണ്ടാത്ത വലിയ സന്തോഷം. വേറെ ഒരു കാര്യം, അത് അന്ന് ഞങ്ങൾ തുടങ്ങിയതാണ്. അത് എത്രത്തോളം അത് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. പാലിയേറ്റീവ് കെയർ. ഇത് പാലിയേറ്റീവ് അന്ന് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത സയ്യിദ് മുഹമ്മദ് ഒക്കെ ആയിരുന്നു അതിൻ്റെ നമ്മുടെ സയ്യിദ് മുഹമ്മദ് ആയിരുന്നു നമ്മുടെ മലപ്പുറത്തിൻ്റെ ഇൻചാർജ്. അങ്ങനെയൊക്കെ കുറേ ആളുകളൊക്കെ അന്ന് ആക്റ്റീവായിരുന്നു. ഇപ്പോൾ ആ അവസ്ഥ ഇപ്പോൾ, കാരണം ഇപ്പോൾ വൃദ്ധന്മാരുടെ സീനിയർ സിറ്റിസൻസിൻ്റെ എണ്ണം കൂടി വരുന്നു. അവരുടെ കുട്ടികൾ എത്ര നല്ല രീതിയിൽ അവിടെ കാണുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെയാണ് ഈ പാലിയേറ്റീവ് കെയറിൻ്റെ പ്രാധാന്യം വരുന്നത്. അത് എനിക്ക് കൺസേൺ ഉണ്ട്. ഇപ്പോൾ ഒരു പുതിയ ഈ വയോവൃദ്ധന്മാർ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അമേരിക്ക ഇംഗ്ലണ്ടിൽ മാത്രമേ ഉള്ളൂ. ഇംഗ്ലണ്ടിൽ ഈ സ്ട്രെസ് മാനേജ്മെന്റ്, സ്ട്രെസ് കൂടുന്നത്, അത് സ്ട്രെസ് മാറ്റാനുള്ള ഒരു മിനിസ്ട്രി. കമ്മീഷണർ ശ്രീ CVM ഷെരീഫ് സർ, എൻ്റെ സഹപ്രവർത്തകരെ, എൻ്റെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്നത്തെ യോഗത്തിൽ ഞാൻ ഇതിൻ്റെ ഭാരവാഹികളോട് നന്ദി അറിയിക്കുകയാണ്. കാരണം ഒരു പ്രതിബദ്ധത ആയിക്കൊണ്ടിരിക്കുകയാണ് റോഡ് അപകടങ്ങൾ. അത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നും ഇപ്പം അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ഉണ്ടാകുന്ന അപകടങ്ങൾ മാൻ പവർ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. എൻ്റെ ഒരു അഭിപ്രായം, ഈ മഹാമാരിയായ കോവിഡ് ഇത് തീർത്തും നമ്മുടെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ കൊച്ചു കേരളത്തിൽ 5 പേരുണ്ടെങ്കിൽ 6 വാഹനം ഉണ്ടാവും.